ഹലോ ഗായ്സ്, വെൽക്കം ടു അതിൻ്റെ കുഞ്ഞു ഗെയിമിംഗ്. അച്ഛൻ വലയെ കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ കുട്ടികൾ രണ്ടാളും കൂടി വലേനെ കുറിച്ചൊന്ന് പറയാണ്. വല വീശാൻ അറിയാത്തവരുണ്ട്, വലേനെ കുറിച്ച് എന്താണ് വല എന്നറിയാത്തവരുണ്ട്, വീശുവല മേടിച്ച് കഴിഞ്ഞാൽ വീശാൻ സാധിക്കുമോ എന്നറിയാത്തവരുണ്ട്. അങ്ങനെ പല ടെൻഷനും കാര്യങ്ങളുള്ള ആൾക്കാരാണ് ഒക്കെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വീശുവല വീശാന്ന് പറയുന്നത് ഇപ്പോൾ അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനൊരു പഴയ വല മേടിച്ചു. അത് പരമാവധി നമ്മൾ മേടിക്കുമ്പോൾ നൈലോൺ വലയുടെ ഇത് മേടിക്കാൻ നോക്കുക. ടങ്കീസ് വലയുണ്ട്, അത് നമ്മൾ പല സ്ഥലങ്ങളിലും വീശാൻ ബുദ്ധിമുട്ടാണ്. അത് ഇങ്ങനെ പൊട്ടി പൊടി വിടുന്നൊക്കെ പൊട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും ടങ്കീസ് വലയേക്കാൾ ഇതിനാണ് നല്ലത് നൈലോൺ വലയുടെയാണ്. അത് നമുക്ക് പെട്ടെന്ന് പൊട്ടുക, എവിടെയെങ്കിലുമൊക്കെ വീശിയെന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് കേടുപാട് സംഭവിക്കൽ കുറവാണ്. പിന്നെ വെയിറ്റ് ഇത്തിരി ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈലോൺ വല നനഞ്ഞ് വരുമ്പോൾ ചെളി കൈ വരുമ്പോൾ ഇത്തിരി തൂക്കം കൂടും വീശുമ്പോൾ. ഫസ്റ്റത്തെ വീശ് ഇത്തിരി എളുപ്പമാണെങ്കിൽ രണ്ടാമത്തേൽ ഇത്തിരി വെയിറ്റ് വരും. അപ്പോൾ ടങ്കീസ് വലയാകുമ്പോൾ ആ പ്രശ്നമില്ല, വെള്ളം പിടിക്കില്ല, വെയിറ്റ് കുറവായിരിക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ കല്ല്, വടിയുടെ കഷ്ണങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നത് നമ്മൾ വലിച്ചൊക്കെ എടുക്കുമ്പോൾ പൊട്ടി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊക്കെ തുന്നാനും ഇതിനുള്ള കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഒരാളുടെ കയ്യിൽ കൊടുത്ത് ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് വരും. കാരണം ചിലപ്പോൾ ഒരു 500 രൂപ, 600, 1000 രൂപയൊക്കെ ചോദിക്കും അവർ. അപ്പോൾ നമ്മൾ പരമാവധി ടങ്കീസ് വലകൾ നല്ലത് നൈലോൺ വല മേടിക്കാൻ നോക്കുക. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുറേ പൊട്ടി പോവില്ല. കുറേ കാലം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് അവിടെ കുറേശ്ശൊക്കെ പൊട്ടലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ വീശാന്ന് പറയുന്നത് ഇപ്പോൾ അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഞാനും ആദ്യം ഒരു വല മേടിച്ചു. ഞാൻ കരയ്ക്ക് അങ്ങനെ അധികം ഒന്നും വീശിയല്ല മേടിച്ചത്, ഞാൻ വെള്ളത്തിൽ തന്നെയാണ്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വീശുമ്പോൾ 2 ദിവസം തീറ്റിയിട്ട് വീശുമ്പോൾ അതിൽ ചിലപ്പോൾ നമ്മൾ വിരിഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ അവിടെ ഏതെങ്കിലും മീനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കിട്ടും. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വലയാണ് മേടിച്ചത്. അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് വീശി കഴിഞ്ഞിട്ട് നമ്മൾ പരമാവധി ഞാൻ വെള്ളത്തിൽ തന്നെയാണ് വീശി പഠിച്ചത്. പിന്നെ പുതിയ വല എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു കാശ് വരും. കാരണം ഇപ്പോൾ ഒരു 8 മുഴം 7 മുഴമെങ്കിലൊക്കെ വേണം മിനിമം ഒരു വല, എന്നാലും നമുക്കത് വിരിച്ചലും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു 8,000 രൂപ 9,000 രൂപയൊക്കെ സാധാരണ ഇതിലൊക്കെ അവർ മേടിക്കും. പഴയതാണെങ്കിലും വിലയുണ്ട്, 10,300 രൂപ 3,000 രൂപയൊക്കെ സാധാരണയൊക്കെ മേടിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വല മേടിച്ച് നമ്മൾ എന്താ ചെയ്യുക, കിട്ടിയ വഴിക്ക് ഓടി ചെന്നുകൊണ്ട് വീശല്ല. അത് വല നമ്മൾ മേടിച്ച് നമ്മളത് നിർത്തി നോക്കുക, നിർത്തി എവിടെയെങ്കിലും കെട്ടിയിടുക, എന്നിട്ട് നീളം പിടിച്ചിട്ട് മണിയൊക്കെ ഇങ്ങനെ നമ്മൾ നല്ലോണം പിടിച്ച് അങ്ങനെ കട്ട കുത്തിയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ പിടിച്ച് നല്ലോണം നോക്കിയിട്ട് ഇങ്ങനെ മണി കുളത്തി പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് പരമാവധി ഇങ്ങനെ 3-ൽ 1 ഭാഗമാക്കുക. അത് 3 ഭാഗമാക്കുക ആ വലേനെ. എന്നിട്ട് ഒരു വശം കൈത്തണ്ടയിലും ഒരു വശം നമ്മുടെ ഇപ്പുറത്തെ ആ കൈത്തണ്ടയുടെ താഴത്തുള്ള ആ കയ്യിലും ഒരു വശം ഇപ്പുറത്തെ കയ്യിൽ പിടിക്കുന്നത് മാത്രം നമ്മൾ നല്ലോണം വിരിച്ച് പിടിക്കണം വീശുന്ന സ്ഥലത്തേക്ക്. എന്നിട്ട് നമ്മൾ ഒരുപാട് വില കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്യല്ല, അങ്ങോട്ട് ഒറ്റ പതുക്കെ അങ്ങോട്ട് ഇടുക. അപ്പോൾ അത് വിരിഞ്ഞ് വീണോളത്. ഞാനൊക്കെ അങ്ങനെ പഠിച്ചു. ഇപ്പോൾ എനിക്കൊരു 6-7 വലയുണ്ട്, 2-3 വല ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു വലിയ വല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വലകളൊക്കെ ആദ്യം കുറഞ്ഞൊക്കെ മേടിച്ച് പിന്നെ നമുക്കത് പണി പഠിച്ച് കഴിഞ്ഞ് പിന്നെ ഒക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല എനിക്ക്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു വല സെക്കൻഡ് ഹാൻഡ് വലയൊക്കെ മേടിക്കാൻ നോക്കുക. ഒരു വല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം മീനിൻ്റെ കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാണ്, അത്യാവശ്യം നടക്കും വേഗം. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് വല്ല ഡൗട്ടൊക്കെ ആണെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ റിപ്ലൈ തന്നോളൂ.